ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടി അലീനോട് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചിയുടെ അച്ഛൻ വല്ല ഹിന്ദിക്കാരനായിരിക്കുമോ? മാഡത്തിൻ്റെ ബ്രദർ വലിയ പട്ടാളക്കാരനായിരുന്നു എന്നല്ലേ മനുചേട്ടൻ പറഞ്ഞത്? അവിടെയായിരുന്നല്ലോ മാഡം 2 വർഷം താമസിച്ചത്. അപ്പം ഏതെങ്കിലും പട്ടാളക്കാരൻ മാഡത്തെ കയറി പ്രേമിച്ച് കാണും. വലിയ സുന്ദരിയായിരുന്നു എന്നല്ലേ പറയിച്ചത്? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അമ്മ ഇപ്പോഴും സുന്ദരി തന്നെയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, വലിയ സുന്ദരിയായിട്ട് എന്താ കാര്യം, കയ്യിലിരിപ്പ് ഇതല്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എടി എടി നീ എൻ്റെ അമ്മേനെ കുറ്റം പറഞ്ഞു തുടങ്ങിയോടി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, വലിയ അമ്മയും മോളും വന്നിരിക്കുന്നു. ഇതുപോലൊരു അമ്മയും മോളും വേറെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, മോളെ, ഞാനേ രോഹിത്തിനെ ഫോൺ വിളിച്ചിരുന്നു. എൻ്റെ ഫോൺ തിരിച്ചു തരാൻ പറഞ്ഞു ഞാൻ അവനോട്. അപ്പോൾ ഉണ്ടല്ലോ അവൻ എന്നെ വരട്ടാൻ നോക്കുന്നു. ഞാൻ നല്ല വരട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ എന്തായാലും ചെറുതായിട്ടൊന്ന് ഭയന്നിട്ടുണ്ട്. എൻ്റെ ഫോൺ അവൻ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അത് നന്നായി, ചെറിയൊരു പേടി നല്ലതാ. ചേച്ചി എന്തായാലും മുത്തശ്ശിയോട് സത്യങ്ങളൊക്കെ പറയണം കേട്ടോ. മുത്തശ്ശിയുടെ വൈജമോൾക്ക് 10-22 വർഷം മുമ്പ് ഉണ്ടായ കുട്ടിയാണ് ചേച്ചിയെന്ന് ആ മുത്തശ്ശി അറിഞ്ഞോട്ടെ. അവർക്ക് വയസ്സായതല്ലേ. മുത്തശ്ശിയുടെ കൊച്ചുമോൾ തന്നെയാണ് മുത്തശ്ശീനെ കണ്ണിലുണ്ണി പോലെ നോക്കുന്നതെന്ന് അറിഞ്ഞാൽ അവർക്ക് സന്തോഷമാവില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എടി മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എങ്ങനെയാണ് മുത്തശ്ശിയോട് ഇതൊക്കെ സത്യം പറയുന്നത്? ഒന്നില്ലെങ്കിലും ഞാൻ നമ്മുടെ പ്രജിത്തമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ, അത് പാലിക്കണ്ടേ മോളെ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അതും ശരിയാണ്. ആ സമയം ഗ്രേസമ്മ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നതാടി ഇത്ര രഹസ്യം പറച്ചൽ, അത് ഞങ്ങളാരും കേൾക്കാതെ? അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, രഹസ്യം പറയുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലായേ? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, അത് നിൻ്റെ നിപ്പവും ഭാവവും ഫോൺ പിടിക്കുന്ന രീതിയും കണ്ട ആർക്കാ മനസ്സിലാവാത്തേ? അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ മനസ്സിലാവൂല്ലേ? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, പിന്നല്ലാതെ എന്നതാടി കാര്യം? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അത് ആൻറ്റി, ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് കുത്ത് കിട്ടിയ യഥാർത്ഥ സംഭവം പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അതൊക്കെ കേൾക്കുമ്പോൾ ഗ്രേസമ്മ ആകെ ഷോക്കാവാണ് കേട്ടോ. ഗ്രേസമ്മ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, നീ എന്നതൊക്കെയാടി പറയുന്നേ? രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും തന്നെ കുത്തി മരിക്കുമോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, മാനം നഷ്ടപ്പെടുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണെന്ന് അലീന ചേച്ചി വിചാരിച്ചു കാണും. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് ഇവളിത് ആരോടും പറഞ്ഞില്ലേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ആദ്യം പോലീസാണ് ചോദിച്ചത്. അപ്പോൾ ചേച്ചി കസേരമെന്ന് വീണ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ അവന്മാരെ രണ്ടാളെയും പോലീസ് പിടിച്ച് ജയിലിലിടത്തില്ലേ? അവർ മാത്രമല്ലല്ലോ, ആ കുടുംബം മുഴുവൻ നാണം കിടത്തില്ലേ? അത് കാരണം ചേച്ചി ആരോടും പറയാഞ്ഞേ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, അവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലണം, ഇതിപ്പോൾ ആരും അറിയത്തില്ലേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി ആകെ എന്നോടും മനുചേട്ടനോടും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹരി എന്ന് പറയുന്നവൻ മനുചേട്ടൻ്റെ അനിയനാ. പിന്നെ ബാലേന്ദ്രൻ സാറും വളരെ നല്ല ആളാണെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. മനുവേട്ടനെയും ബാലേന്ദ്രൻ സാറിനെയൊക്കെ ആലോചിച്ചിട്ടാണ് ചേച്ചി ഇതാരോടും പറയാഞ്ഞത്. ഞാനും ചേച്ചിയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ സാറിനെയും മേഡത്തെ അറിയിക്കാൻ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, എന്നിട്ടും നീ ഇപ്പോഴല്ലേ ഞങ്ങളോട് പറഞ്ഞത്? വിശ്വസിക്കാൻ കൊള്ളത്തില്ലടി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, എന്നെ വിശ്വസിക്കാൻ കൊള്ളാം, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ രഹസ്യമൊക്കെ സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, ഭയങ്കര കേമിയായിപ്പോയി. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് 2 സിസ്റ്റർമാർ വീട്ടിൽ നിന്ന് പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലീനേനെയും വിളിച്ചിരുത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇപ്പം മേഡം കയറി വന്നാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മേഡം കയറി വന്നോട്ടെ, അതിനിവിടെ കള്ളത്തരമൊന്നും നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, ആ സിസ്റ്റർമാർക്ക് നീ എത്ര രൂപ കൊടുത്തു? അപ്പോൾ അലീന ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചുമ്മാ പറയുന്നേ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, 2000. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അമ്പോ, നീ ബാലേന്ദ്രനേക്കാൾ വലിയ പണക്കാരിയായല്ലോടി. ഞാൻ വല്ല 100 250 കൂടിപ്പോയാൽ 500 അത്രേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അത് സാറിന് അനാഥാലയത്തെ പറ്റി അറിയാത്തതുകൊണ്ടാണ്, അവിടുത്തെ ചിലവുകളെ പറ്റി ധാരണയില്ലാത്തതുകൊണ്ടാണ്. 10-22 വർഷം ഞാൻ ഒരു അനാഥാലയത്തിലല്ല ജീവിച്ചേ, എനിക്ക് അവിടുത്തെ സാഹചര്യം അറിയാം. അതറിഞ്ഞാൽ സാറും കൊടുക്കും ഒരു 5000 10,000 ഒക്കെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, നിൻ്റെ കയ്യിൽ കാശ് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി, നിൻ്റെ ഇത് ഓട്ടക്കൈ ആണല്ലോടി. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇത് കഴിഞ്ഞിട്ട് റെഡിയാവുക, നമുക്കൊരു സ്ഥലം വരെ പോവാം. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അയ്യോ മുത്തശ്ശി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അലീന ബാങ്കിൽ പോകാൻ റെഡി ആവുന്നുണ്ട് കേട്ടോ.
അവിടേക്ക് ബാലേന്ദ്രൻ വരുന്നുണ്ട്. അമ്മേ, ഞാൻ ഇവളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാം. ഒരു അരമണിക്കൂറിനകം ഇവളെ തിരിച്ചെത്തിച്ചേക്കാം. ഇവൾക്കേ ഒരു പിടുത്തില്ല. കയ്യിൽ 10 കാശ് വന്നാൽ അത് ആർക്കെങ്കിലും കൊടുത്ത് ചിലവാക്കാനാണ് നോക്കുന്നത്. ഇവൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം തന്നെ 2 സിസ്റ്റർമാർ വന്നിട്ട് 2000 രൂപ എടുത്തു കൊടുത്തത്. അതും ഇവളുടെ രേവതിക്കുട്ടിയുടെ ആൾക്കാർ വന്നപ്പോൾ കൊടുത്തതാ. അപ്പോൾ അലീന അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, നേരാണോടി, നീ അങ്ങനെ വിളിക്കണ്ട. നീ പറഞ്ഞത് ശരിയാ ബാല, ഇവൾക്ക് പൈസയ്ക്ക് ഒരു പിടുത്തവും ഇല്ല. ആര് വന്ന് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ അവളുടെ ശമ്പളമൊക്കെ അവിടെ തന്നെ കിടന്നോളും. ആ, നിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഇങ്ങ് എടുത്തോ, നമുക്ക് അവിടെ കൊണ്ടിടാം. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വേണം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് വെച്ചോടി, ബാക്കിയുള്ളത് കൊണ്ടുപോയി ഇടാം. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നുണ്ട് കേട്ടോ ബാങ്കിലേക്ക്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ് കേട്ടോ. വൈജയന്തി വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. വാതിൽ തുറന്നു കൊടുക്കുന്നത് ബബിത മോളാണ് കേട്ടോ. അമ്മയെ കണ്ട് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട് ബബിത. പക്ഷേ വൈജയന്തി ആണെങ്കിൽ കട്ടക്കലിപ്പിലാണ്. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ അവിടെ ടോസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയെ കാണുമ്പോൾ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ കൃഷ്ണമോളോടും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വരുന്നുണ്ട്. അപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് പുറത്ത് പോയിരുന്നോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ആ പോയിരുന്നു, ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയെ തനിച്ചാക്കിയിട്ടോ? ആ, മുത്തശ്ശിയോട് പറഞ്ഞിട്ടാണ് പോയത്. നിനക്ക് അമ്മയെ നോക്കാനല്ലേ ശമ്പളം തരുന്നത്, അല്ലാതെ പുറത്ത് കറങ്ങി നടക്കാനല്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയതല്ല. ബാലേന്ദ്രൻ സാറ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു. അവർ രണ്ടാളും പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ആരാ? അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്നെന്തിനാ ബാലേന്ദ്രൻ പുറത്തേക്ക് കൊണ്ടുപോയത്? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താ, നീ ആവശ്യപ്പെട്ടോ നിനക്ക് അക്കൗണ്ട് വേണമെന്ന്? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല, സാറായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, അതിന് മാത്രം പൈസയുണ്ടോ നിൻ്റെ കയ്യിൽ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് അക്കൗണ്ട് തുടങ്ങാൻ ഒരു 100 രൂപയല്ല ആവശ്യമുള്ളൂ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ്റെ കൂടെ നീ കാറിലാണോ പോയത്? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, പിന്നല്ലാതെ ബാലേന്ദ്രൻ സാർ കാറിലും ഞാൻ നടന്നും പോകണമായിരുന്നോ? ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആദ്യം വന്ന സമയത്ത് പഞ്ചഭുജം അടക്കി മിണ്ടാതിരുന്നവളാ, ഇപ്പോൾ വാക്കിന് വാക്ക് നോക്കിന് നോക്ക്, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തണ എന്ന ലക്ഷണം ഇത്. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, വായി തോന്നിയത് എന്തും വിളിച്ച് പറയുന്നവരോട് ഒന്നുകിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തക്കതായ മറുപടി കൊടുക്കണം. ഇവിടെ ഞാൻ ആദ്യം മിണ്ടാതിരുന്ന് നോക്കി, പക്ഷേ അതിന് കാര്യമായിട്ടുള്ള ഫലമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അപ്പോൾ നീ തർക്കുത്തരം തന്നെ പറയാൻ തീരുമാനിച്ചു അല്ലേ? എന്നെ ധിക്കരിച്ചുകൊണ്ട് ഈ വീട്ടിൽ വാഴാമെന്ന് നീ വിചാരിക്കണ്ട. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എനിക്കങ്ങനെ ഒരു വിചാരമേ ഇല്ല, ഈ വീട്ടിൽ വാഴണമെന്നുമില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകാൻ റെഡിയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ മേഡം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നവർ, മനുവേട്ടനും ബാലേന്ദ്രൻ സാറും. അവർ പറയാതെ ഞാൻ ഇവിടുന്ന് പോവത്തില്ല. ഇതും കൂടി കേട്ടപ്പോൾ വൈജയന്തി ആകെ കല്ലുതുള്ളി നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഇങ്ങ് വരട്ടെ, രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്തേക്ക് വൈജയന്തി വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഓ നീ വന്നെന്ന് മനസ്സിലായി അവിടുത്തെ ബഹളമൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ഓ അതാണോ അപ്പോൾ ഞാൻ വന്ന ലക്ഷണം? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, പിന്നല്ലാതെ വൈകുന്നേരം വരെ ഇവിടെ ഒരു ഒച്ചയും ഇല്ല അനക്കവും ഇല്ല, നീ വന്നാൽ പിന്നെ ഇവിടെ ഒരു പടക്കള. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും മാച്ച് കൊണ്ട് പോകണ്ടേ, അപ്പത്തിരി ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ ഇന്ന് അലീനയും കൊണ്ട് ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു, അതിനാണോ നീ ഇത്രയും ഒച്ചയും ബഹളമൊക്കെ വെച്ചത്? അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഓഹോ അപ്പോൾ അമ്മയും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എടി വൈജേ, അതൊരു നല്ല കാര്യമല്ലേ, അവൾക്ക് കൊടുക്കുന്ന ശമ്പളം ആ അക്കൗണ്ടിൽ കിടന്ന അതവിടെ കിടക്കത്തില്ലായോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അതിന് അവൾക്ക് എവിടെയാണ് ശമ്പളം? അവൾക്ക് ഹോസ്പിറ്റലിൽ കൊടുത്ത കാശ് തന്നെ തീർക്കണം എന്നുണ്ടെങ്കിൽ അവളിവിടെ എത്ര മാസം പണിയെടുക്കണം എന്നറിയോ അമ്മയ്ക്ക്? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ഞെട്ടണമെന്ന് കേട്ടോ. അപ്പോൾ നീ അത് അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനാണോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, പിന്നല്ലാതെ രൂപ 1-2 1.5 ലക്ഷം അവൾക്ക് വേണ്ടി ചിലവാക്കിയത്. മാത്രമല്ല ബാലേന്ദ്രൻ്റെ കാറിലിരുന്ന് അവൾ പോയത്, നാട്ടുകാർ കണ്ട എന്നാ വിചാരിക്കും? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, നാട്ടുകാർ എന്നാ വിചാരിക്കാനാടി? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അതേ ബാലേന്ദ്രൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നത് ഞാനല്ല, എൻ്റെ മക്കളും അല്ല,
ഈ വീട്ടിലെ വേലക്കാരിയാണ്. ഈ വീട്ടിൽ മുമ്പ് എത്രയോ വേലക്കാരികൾ നിന്നിട്ടുണ്ട്. അവർക്കാർക്കും ബാലേന്ദ്രൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോയിട്ടില്ലല്ലോ. മാത്രമല്ല അവരാരും കാറിലും കയറ്റിയിട്ടില്ല. പിന്നെ ഇവൾക്ക് മാത്രം എന്താ സ്പെഷ്യൽ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു നിലയും വിലയൊക്കെ ഉള്ളതാ. ഇവളുമാരൊക്കെ ഒരു 10 പ്രാവശ്യം ബാലേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്നു നോക്കിയേ. പിന്നെ ബാലേന്ദ്രനെ ഒരു കൂതറയായിട്ടേ നാട്ടുകാർ കാണുള്ളൂ. അതിൻ്റെ നാണക്കേടും അപമാനമൊക്കെ എനിക്കും എൻ്റെ പിള്ളേർക്കുമാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ അലീനയ്ക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുത്തു, അതിനാണോടി ഇനി ഈ നാട്ടുകാരൊക്കെ കൂട്ടുപിടിച്ച് ഇല്ലാത്തതൊക്കെ പറയുന്നത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അവൾ അവളുടെ പൈസ കളയേ സേവ് ചെയ്യേ എന്ത് വേണേ ചെയ്തോട്ടെ, അതിന് ബാലേന്ദ്രൻ എന്താ? ഇവളെന്തിനാ ഈ മുതലാളി കൈ കാണിച്ച് വിളിക്കുമ്പോഴേക്കും കൂടെ കയറി പോകുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, എടി വൈജയ്, ഇത്രയൊക്കെ സദാചാരം പറയാൻ നിനക്ക് എന്നാ യോഗ്യത ഉണ്ടടി? ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ പ്രൊമോയിൽ അലീന നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ വൈജയന്തിയും അലീനയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ വൈജയന്തി പറയുന്നുണ്ട് അലീനയോട്, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടിട്ട് അലീന പറയുന്നുണ്ട് കേട്ടോ, ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ കാലത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ എത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിയുടെ പാസ്റ്റ് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്